തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സീനിയർ റെസിഡന്റ് ഡോക്ടർ തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിനി അഭിരാമിയാണ് മരിച്ചത്. അമിത അളവിൽ അനസ്തീഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, എന്താണ് ഇതിന് കാരണമെന്നതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുജ, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിന് സമീപത്തെ PT ചാക്കോ നഗർ ഫ്ളാറ്റിലായിരുന്നു ഡോക്ടർ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഈ ഫ്ളാറ്റിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് അഭിരാമി താമസിക്കുന്നത്. വീട്ടുകാർ വൈകിട്ടോടുകൂടി തന്നെ ഈ ഡോക്ടറെ വിളിച്ചിരുന്നു. പക്ഷേ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിന്റെ താഴെ മുറിയിലുള്ള ആളെ ബന്ധപ്പെടുകയും ഇക്കാര്യം അന്വേഷിക്കാൻ പറയുകയും ചെയ്തത്. അങ്ങനെ ഈ അഭിരാമി താമസിച്ചിരുന്ന മുറിയിൽ എത്തുമ്പോഴാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മരണത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസവും മെഡിക്കൽ കോളേജ് OPയിൽ ഉൾപ്പെടെ ഈ ഡോക്ടർ അഭിരാമിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇത്തരത്തിലൊരു മരണം എങ്ങനെയായിരുന്നു എന്നതാണ് സഹപ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും മൊഴിയടക്കം രേഖപ്പെടുത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്താമെന്ന വിശദീകരണമാണ് നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസും അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിയാണ് അഭിരാമി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെയാണ് ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളനാട് സ്വദേശിനി അഭിരാമിയാണ് മരിച്ചത്. അമിത അളവിൽ അനസ്തീസിയ കുത്തിവെച്ചതാണ് മരണകാരണം എന്നതാണ് പ്രാഥമിക നിഗമനം. എന്നാൽ എന്താണ് ഇതിന് കാരണം, ഇതിലേക്ക് നയിച്ചത് എന്ത് എന്നതിലൊന്നും വിശദാംശം പുറത്തു വന്നിട്ടില്ല.